ബിഗ് ബോസ് മലയാളം സീസൺ 7 100-ാം ദിവസത്തോടടുക്കുമ്പോൾ അനുമോൾ അനീഷ് കോംബോ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു. ആതിരയോടും നൂറയോടും പിണങ്ങിയതിനു ശേഷം ഹൗസിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അനുമോളോട് അനീഷാണ് കൂടുതൽ സൗഹൃദത്തിൽ അങ്ങോട്ടു പോയി സംസാരിക്കുന്നത്. ഇവിടെ അനുമോളുടെ ഗെയിം സ്ട്രാറ്റജിയിൽ അനീഷ് വീണു പോയതാണെന്ന് വിലയിരുത്തൽ ഉയരുന്നുണ്ട്. എന്നാൽ അനുമോളെ വോട്ടിങ്ങിൽ ഉൾപ്പെടെ മറികടക്കാനുള്ള അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജിയാണ് ഇതെന്ന വാദങ്ങളും ശക്തമാണ്. നിലവിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അനുമോൾ ഹൗസിൽ സ്വീകരിച്ചിരിക്കുന്നത്. അനുമോളുടെ ഈ സ്ട്രാറ്റജി തകർക്കുകയാണ് അനീഷിന്റെ ശ്രമം. അനുമോളെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയും ആതിരയും നൂറയുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ പറയുകയുമെല്ലാം ചെയ്ത് അനുമോൾക്ക് അനീഷ് പിന്തുണ നൽകുന്നു. അനുമോളുമായി അടുത്തു നിൽക്കുന്നതിലൂടെ വോട്ടിൽ അതിന്റെ നേട്ടമുണ്ടാക്കാം എന്നായിരിക്കും അനീഷിന്റെ കണക്കുകൂട്ടൽ. ആതിരയും നൂറയുമായി വേർപിരിഞ്ഞതിന് പിന്നാലെ കിച്ചൺ ഡ്യൂട്ടിയിൽ ഇനി കയറില്ലാന്ന് അനുമോൾ പറഞ്ഞിരുന്നു. ഇതുൾപ്പെടെ ചർച്ച ചെയ്യാൻ ക്യാപ്റ്റനായ നൂറ രാത്രി വിളിച്ച മീറ്റിംഗിൽ എല്ലാവരും ചേർന്ന് അനുമോളെ ആക്രമിക്കുകയാണ് ചെയ്തത്. മറ്റെല്ലാ മത്സരാർത്ഥികളും അനുമോൾക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചപ്പോൾ അനീഷ് ക്യാപ്റ്റനോട് ചോദിച്ചത് അനുമോൾ ചെയ്ത തെറ്റ് എന്തായിരുന്നു എന്നാണ്. നൂറ ഉൾപ്പെടെയുള്ളവർ സമാനമായ തെറ്റ് മുൻപ് ചെയ്തിട്ടുണ്ടെന്നും അനീഷ് പറഞ്ഞു. അനുമോളെ വെള്ളപൂശാനാണ് അനീഷ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് മറ്റ് മത്സരാർത്ഥികളെല്ലാം അനീഷിനെതിരെ തിരിഞ്ഞു. ഇങ്ങനെ ഹൗസിൽ അനീഷും അനുമോളും ഒറ്റപ്പെട്ടു എന്ന പ്രതീതി ഇരുവരും സൃഷ്ടിച്ചു. അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി അനീഷ് തനിക്ക് കൂടി പ്രയോജനപ്പെടുത്തി. അനീഷ് ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അനുമോളുടെ മറ്റ് ഡ്രാമകളും ചിലപ്പോൾ അവസാന ദിവസങ്ങളിൽ വരുമായിരുന്നു. അത് വോട്ടിങ്ങിലും പ്രതിഫലിക്കും. ഹൗസിലെ മറ്റുള്ളവരെല്ലാം തങ്ങൾക്കെതിരെ തിരിയുന്നതിലൂടെ വോട്ട് കൂട്ടാമെന്ന് അനുമോളെപ്പോലെ അനീഷും കണക്ക് കൂട്ടുന്നു. ബിഗ് ബോസ് 100-ാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഈ സമയം അനീഷും അനുമോളും തമ്മിലുള്ള കോംബോയാണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ അനീഷിനോട് അനുമോളുടെ കാര്യം ചോദിച്ചിരുന്നു. ഇതിനുശേഷം അനുമോളും അനീഷും തമ്മിലെ രസകരമായ നിമിഷങ്ങൾ ഹൗസിലുണ്ടായിരുന്നു. കിച്ചണിൽ ഭക്ഷണം വിളമ്പുന്നതിനെ ചൊല്ലി അനുമോൾക്കെതിരെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും തിരിഞ്ഞപ്പോഴും അനുമോൾക്കൊപ്പം നിൽക്കുകയാണ് അനീഷ് ചെയ്തത്. സാബുമാൻ കുറച്ച് കൂടുതൽ കറി ആവശ്യപ്പെടുകയും എന്നാൽ അനുമോൾ അത് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തില്ല. ഇതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അനുമോൾ കുറച്ച് കറി മാറ്റിവെച്ചിട്ടാണ് ബാക്കിയുള്ളവർക്ക് വിളമ്പാൻ തുടങ്ങിയത്. ഇത് ആദിലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കറി എല്ലാവർക്കും വിളമ്പി കൊടുക്കണമെന്ന് ആദിലയും ഷാനവാസും പറഞ്ഞു. പാത്രം പിടിച്ച് അനുമോളും മറ്റ് മത്സരാർത്ഥികളും തമ്മിൽ പിടിവലിയായി. അനുമോൾക്കെതിരെ ആദില രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു. ഇതോടെ രണ്ട് കൂട്ടരും ഉടക്കി. പിന്നാലെ ഒറ്റയ്ക്കിരിക്കുന്ന അനുമോളെ ആശ്വസിപ്പിക്കാനാണ് അനീഷ് വന്നത്. ചോറ് കുറച്ച് ബാക്കിയുണ്ടാകുമെന്നും ആ ചോറ് കഴിക്കുന്ന ആൾക്ക് പച്ചച്ചോറ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് താൻ കറി മാറ്റിവെച്ചതെന്നും അനുമോൾ അനീഷിനോട് പറഞ്ഞു. അതിനുശേഷം അനുമോൾ മറ്റ് കണ്ടസ്റ്റൻസിനോടൊന്നും മിണ്ടിയില്ല. രാത്രി ഭക്ഷണത്തിന്റെ സമയത്ത് അനുമോൾ ഭക്ഷണം കഴിക്കാനും എത്തിയില്ല. ഈ സമയമാണ് അനീഷ് അനുമോളുടെ അടുത്തുപോയി ഭക്ഷണം കഴിക്കാൻ ഏറെ നിർബന്ധിച്ചത്. ഭക്ഷണം കഴിക്കുന്നതിൽ വാശി പിടിക്കരുതെന്ന് പറഞ്ഞു അനീഷ് അനുമോളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്തു. അനുമോളുടെ പ്രശ്നം പരിഹരിക്കാൻ രാത്രി ക്യാപ്റ്റനായ നൂറ മീറ്റിംഗ് വിളിച്ചു. ഇവിടെ മറ്റെല്ലാ മത്സരാർത്ഥികളും അനുമോൾക്കെതിരെ ആഞ്ഞടിച്ചു. എന്നാൽ അനുമോളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ് അനുമോൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് വാദിക്കുകയായിരുന്നു അനീഷ്. ആദിലയോടും നൂറയോടും മുടക്കിയതോടെ അനീഷും അനുമോളും തമ്മിൽ കൂടുതൽ സൗഹൃദത്തിലാവാനാണ് സാധ്യത. കഴിഞ്ഞ ആഴ്ചയിൽ അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളമൊഴിച്ച സമയം അനുമോൾ സോഫയ്ക്ക് പിന്നിലായാണ് കിടന്നത്. ഈ സമയം അനീഷ് വന്ന് ബ്ലാങ്കറ്റും പില്ലോയുമെല്ലാം എടുത്തു കൊടുത്തിരുന്നു. അനീഷ് അനുമോളുടേത് യഥാർത്ഥ സൗഹൃദമാണോ അതോ ഇതിന് പിന്നിൽ ഒരു ഗെയിം സ്ട്രാറ്റജിയോ ഉണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.